മൈ ഡിയർ സ്റ്റുഡൻസ്, ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ആണ്. ഈ ലേണിംഗ് പ്രിൻസിപ്പിൾ മാനേജറിന് എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ്, അതായത് മാക്സിമം ലേണിംഗ് എഫിഷ്യൻസി ഹെൽപ്പ് ഇൻ മാനേജർ ടു എന്താ പറയുക അവരുടെ ലേണിംഗ് പ്രോഗ്രാം എത്രത്തോളം എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ലേണിംഗ് സിറ്റുവേഷൻ നന്നായി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ലേണിംഗ് പ്രിൻസിപ്പിൾസ് അറിഞ്ഞ മാനേജർക്ക് ഹെൽപ്ഫുള്ളാണ്. 7 പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിങ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മോട്ടിവേഷനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മോട്ടിവേഷൻ ഇല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് നടക്കില്ല. ഓക്കെ, നമ്മൾ ലൈഫിൽ മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ലൈഫിൽ എനി ഫോം ഓഫ് ബിഹേവിയർ കാണിക്കാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ മോട്ടിവേഷനാണ് അത്. നമ്മൾ മോട്ടിവേഷൻ നമുക്ക് ഹൈറാർക്കി ഉണ്ടാവും, നീഡാവാം, നമുക്ക് ഫ്രസ്ട്രേഷൻ ആവാം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആവാം, കോൺഫ്ലിക്റ്റ്, എന്താണെങ്കിലും ഇല്ല. ഈ ഫാക്ടേഴ്സ് നമ്മൾ നമ്മൾക്ക് നമ്മൾ ഇമോഷൻസ് ലൈക്കിൽ ഡിസ്ലൈക്കിൽ ഫിയേഴ്സിലൊക്കെ നമ്മളുടെ മോട്ടിവേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോട്ടിവേഷനാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് പ്രിൻസിപ്പിളിൽ നമുക്ക് അവർക്ക് ലേൺ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമതെന്ന് പറയുന്നത് നോയിങ് ഓഫ് റിസൾട്ട്, അതായത് അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച്. അതായത് നമ്മൾ എന്താണ് നമ്മൾ ഈ കറക്റ്റ് ആക്ഷൻ നടത്തിയാൽ എന്താണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇഫ് ദെയർ ഈസ് എനി ഡീവിയേഷൻ ഫ്രം ദി എക്സ്പെക്റ്റഡ് ഗോൾ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും. അപ്പോൾ നമ്മളുടെ ആ നോളജിനെ കുറിച്ച്, ആ നോളജ് ഓഫ് റിസൾട്ട്, അതായത് നമ്മൾ പെർഫോമൻസിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്ത് റിസൾട്ട് ഉണ്ടാവും, പഠിച്ചില്ലെങ്കിൽ എന്ത് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കരിയറിന് എന്ത് ഗുണം ഉണ്ടാവും, ആ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്താണ് എൻ്റെ കരിയറിൽ സംഭവിക്കുക. അങ്ങനെ ഈ നോളജ് ഓഫ് റിസൾട്ട്, അപ്പോൾ ലേണിങ്ങിൻ്റെ റിസൾട്ട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. നെക്സ്റ്റ് റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. പ്രിൻസിപ്പൽ ലേണിംഗ് റീഎൻഫോഴ്സ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റീഎൻഫോഴ്സ്മെൻറ്റ് റിവാർഡ്, ആ പെർഫോമൻസ് ലിങ്ക്ഡ് റിവാർഡായിരിക്കും. അതായത് അങ്ങനെയാണെങ്കിൽ അയാൾ വീണ്ടും ആ അഗെയിൻ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് കിട്ടുമല്ലോ നന്നായി പെർഫോം ചെയ്ത്. അപ്പോൾ അത് അത്തരത്തിലുള്ള പെർഫോമൻസ് വീണ്ടും അതായത് ആ റെസ്പോൺസ് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അതായത് അത് സെയിം ബിഹേവിയർ ചെയ്ത് കൊണ്ട് കഴിഞ്ഞാൽ അയാൾക്ക് എന്താ പറയുക റീഎൻഫോഴ്സ്മെൻറ്റ് ഉണ്ടെങ്കിൽ റീഎൻഫോഴ്സ്മെൻറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യും. റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള സ്ട്രെങ്ത്താണ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സ്ക്യൂസ് മീ. അപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റ് പോസിറ്റീവ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കെഡ്യൂൾ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേണിംഗ് സിറ്റുവേഷൻ ഇപ്പോൾ ലെങ്ത്തും സ്പേസും ആവശ്യമാണ്. അതായത് പെട്ടെന്ന് ഒരുപാട്, അതായത് മോർ എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ലേണിങ്ങിനെ സ്പ്ലിറ്റ് ആക്കണം എന്നാണ് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ലേണിങ്ങിന് പകരമായിട്ട് ലേണിങ് പീരീഡായിട്ടാണ്, അത് ലേണിങ്ങിന് ബ്രേക്ക് ചെയ്തിട്ട്, അതാണ് ഷെഡ്യൂളിങ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ഹോൾ വേഴ്സസ് പാർട്ട് ലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ലേണിങ്ങിൽ ഓൺലി റിക്വസ്റ്റഡ് ടു ലേൺ ഈച്ച് ഇൻഡിവിജ്വൽ പാർട്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സെപ്പറേറ്റ് പാർട്സിലാണ് ലേണിംഗ് നടക്കുന്നത്. ഓക്കെ, ഹോൾ എന്ന് പറയുന്നത് എന്താണ്, മൊത്തമാണ് ട്രെയിനിങ് കണ്ടൻറ്റിൻ്റെ ട്രെയിനീസിനെ നമ്മൾ ഹോൾ ഓർ പാർട്ടായിട്ട് ട്രെയിൻ ചെയ്യുക. അതായത് പെർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളത് പാർട്ട് ലേണിംഗ് വേണോ ഹോൾ ലേണിംഗ് വേണോ എന്ന് പറയണത്. സിക്സ്ത് പറഞ്ഞാൽ ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലേണിംഗ് നടക്കുന്ന ഒരു ഡെമോഗ്രഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് ലേണിംഗ് ഇൻ റിലേഷൻ ടു ഒരു മണിക്കൂറിൽ എത്രത്തോളം പഠിച്ചു. അപ്പോൾ അതാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. ലേണിംഗ് പാറ്റേഴ്സ്, നമുക്ക് ലേണിംഗ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്നും ലേൺ ചെയ്യാതാവും. ഒരു പീരീഡിലെ പോയിന്റ് നമുക്ക് ബ്രേക്ക് ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു ഡെമോഗ്രഫിക്കൽ പ്രസൻറ്റേഷനാണ്. അതായത് ലേണിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ഒരു ടൈമും അതിന് ലേണിംഗ് എക്സ്പീരിയൻസും, അതാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് മീനിങ്ഫുൾനെസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മൾ ആ ലേണിംഗ് മെറ്റീരിയൽ എപ്പോഴും എന്താ പറയുക ട്രെയിനർക്ക് അല്ലെങ്കിൽ ടെക്നിക്ക് ഉണ്ടായിരിക്കണം. ഈ ട്രെയിനീസിനെ മീനിങ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഷുഡ് ബി മീനിങ്ഫുൾ ആയിരിക്കണം. ഡെഫിനറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ലേണിങ്ങും മീനിങ്ഫുൾ ഓഫ് ദി സബ്ജക്റ്റ് ലേൺഡ്, അതിൻ്റെ പഠിക്കണം. മീനിങ്ഫുൾനെസ് ഓഫ് മെറ്റീരിയൽ, ആ പഠനം കൊണ്ട് അത് നമ്മളിപ്പോൾ എന്തിനിപ്പോൾ ഈ മാത്സ് പഠിക്കണമെന്നൊക്കെ ചോദിക്കില്ലേ, ഇതിപ്പോൾ ഫിസിക്സ് പഠിക്കണം. അപ്പോൾ മെറ്റീരിയൽ പഠിച്ചുകൊണ്ട് എന്താ യൂസ്ഫുൾ, അതിൻ്റെ മീനിങ് എന്താ, ലൈഫ് സിറ്റുവേഷൻ. അത് ട്രെയിനർ ശരിക്കും പറഞ്ഞാൽ അത് ട്രെയിനേഴ്സിന്
ടെക്നീക്സിൽ പറഞ്ഞു കൊടുക്കണം എന്തിനാണ് ഇങ്ങനെ പഠിക്കണമെന്ന് മറ്റേത്. അപ്പോൾ നമ്മൾ പറയണത് 7 പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ മോട്ടിവേഷൻ, സെക്കൻഡ് വൺ നോളജ് ഓഫ് ഇറ്റ് റിസൾട്ട്, തേർഡ് വൺ റീഎൻഫോഴ്സ്മെൻറ്റ്, ഫോർത്ത് വൺ ഷെഡ്യൂൾ ഓഫ് ലേണിംഗ്, ഫിഫ്ത്ത് വൺ ഹോൾ വേഴ്സസ് പാർട്ട് ലേണിംഗ്, സിക്സ്ത്ത് ലേണിംഗ് കർവ് ആൻഡ് മീനിങ്ഫുൾനെസ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ഒക്കെ ഒന്നുകൂടി ഓവർവ്യൂ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.